ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. കാരണം എൻ്റെ ഫുൾ ടൈം ഞാൻ ജോലി കയറിയിട്ട് ഇപ്പം 9 months ആയിട്ടുണ്ട്. ആ ഒരു ലൈഫാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 9 months ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ വർക്ക് പ്ലേസിൽ. അപ്പം ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. 1 week ആഫ്റ്റർ ഗ്രാജുവേഷൻ എനിക്ക് ഈ ജോലി കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ, അപ്പം ഇപ്പം സമയം 11:15 ആയി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് വേഗം ഒരുങ്ങി ഒരുമാതിരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് വൃത്തിയായിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച വീഡിയോയിൽ, പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ കോലം ആയിരിക്കത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെത്. അപ്പം ഞാൻ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. വേറെ ഒന്നും പറയാനില്ലല്ലോ, ഒന്നുമില്ല പറയാൻ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. ഇതാണിപ്പം ഒരു പോണി കെട്ടാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മുടിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ മുടിയൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എനിക്ക് സമയം കിട്ടിയില്ല ഈ വീക്ക് ഡേ ഓഫിൽ. തേഴ്സ്ഡേ ആയിരുന്നു എൻ്റെ ഡേ ഓഫ്, പറയാൻ മറന്നുപോയി, സോറി. ഇന്ന് March 2nd, 2024. അപ്പം ഇവിടെ ഇപ്പം സാറ്റർഡേ ആഫ്റ്റർനൂൺ 11:15 ആയിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ എനിക്കിത് ടെമൂന്ന് ഡെലിവറി ചെയ്ത സാധനമാണ്. ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി. എനിക്ക് ഈ ഒരു മേക്കപ്പ് ഓർഗനൈസർ, ലൈക്ക് സ്കിൻ കെയർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഒബ്സസ്ഡ് വിത്ത്. ഭയങ്കര രസമുണ്ട് അത്. അപ്പം ഞാൻ അതിൻ്റെ ബ്യൂട്ടിയും അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മറ്റേ ഡ്രസ്സിങ് ടേബിളൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി ചിക്കില്ല, ഞാൻ പോയി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓടി വരാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ജ്യൂസാണ്. മാംഗോ, ബെറീസ്, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ് എല്ലാം കൂടി ഇട്ടിട്ടൊരു ജ്യൂസ്, ബോൾഡ് ഹൗസിൻ്റെ. ഇത് ലാംപ് വിന്താലു, ഇത് ബട്ടർ നാന്, ഇത് സോക്ഡ് ആൽമണ്ട്സ്. ഇന്നലെ ഇട്ട വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് വീണ്ടും കാണാം. ഇതേ പോവാം. ഇപ്പോൾ ഇവിടെ 5 degrees ആണ്, 5 degrees Celsius. അപ്പോൾ അതൊക്കെ ഇറങ്ങി ഇപ്പം 11:50 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചാടി ഇറങ്ങിയതാണ്. ഞാൻ ഫോണിൽ നോക്കിയിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. ഇതിൻ്റെ പവർ ബാങ്ക് ഒക്കെ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ് ചാർജ് തീർന്നു പോകണമെങ്കിൽ. മഴയുണ്ട് കേട്ടോ ചെറുതായിട്ട്. സോ ലെറ്റ്സ് കവർ യുവർ ഹെഡ്. ചെറുതായിട്ട് മഴയുണ്ട്. അപ്പം ഞാൻ സെറ്റാക്കി. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇവിടുന്നൊരു എനിക്കൊരു 3-4 minutes വോക്കേ ഉള്ളൂ വീട്ടിൽ. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ ഇവിടെ നിന്നത് എൻ്റെ വീടാ പുറകെ കാണുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കാണുന്ന വലിയ വീട് എത്രത്തോളം റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ എൻ്റെ കൊളീഗ്സിനൊക്കെ പരിചയപ്പെടുത്തിത്തരാം. എല്ലാവരും ഉണ്ടാവും. എല്ലാവരും അല്ല, ഈ വീക്കെൻഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ, അവരൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ്. അപ്പം അവരെയൊക്കെ പരിചയപ്പെടുത്തിത്തരാം. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹാപ്പി പ്ലേസാണ്. ഞാൻ അവിടേക്ക് കയറുമ്പോൾ തന്നെ, ജോലിയിലേക്ക് കയറുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ മറക്കും. കാരണം അതുപോലെ ഇഷ്ടമാണ് എനിക്ക് ജോലിക്ക് പോകാൻ. ഇവിടെ ജോലിക്ക് പോകാൻ. അയ്യോ, അപ്പത്തേ ഇതാണ് എൻ്റെ സ്വർഗം. ഇവിടെയാണ് അയ്യോ ഞാൻ വർക്ക് ചെയ്യണേ. അപ്പം എന്തേ ഞാൻ എത്തിയിട്ടുണ്ട്. സോ ലിഫ്റ്റ് അല്ല ഇവിടെ എലവേറ്റർ അത് ഇൻ സർവീസാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉച്ചയ്ക്ക് എപ്പോൾ വരുവാണെങ്കിലും ലൈക്ക് സ്റ്റെയർ എടുക്കും. കാരണം കുറച്ച് എക്സസൈസും ആവും. അപ്പം എൻ്റെ ഫ്ലോർ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് 3rd floorലാണ്. സോ അത് പറഞ്ഞിട്ടല്ല ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളൂ. ഈ മാസ്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ഹെൽത്ത് കെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നഴ്സിംഗ് ഹോമാണ്. ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്ത അതേ സ്ഥലത്താണ് എനിക്ക് ഫുൾ ടൈമായിട്ട് ഞാൻ പഠിച്ച്
ഇറങ്ങിയ കോഴ്സിന് ഞാൻ റെക്രിയേഷൻ തെറപ്പിയാണ് പഠിച്ചത്. അപ്പം എനിക്ക് റെക്രിയേഷൻ തെറപ്പിസ്റ്റായിട്ടാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പാർട്ട് ടൈം ചെയ്ത് ജോലി ചെയ്ത അതേ സ്ഥലത്ത് എനിക്ക് ഫുൾ ടൈം കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക്. എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ പ്ലേസ്മെൻറ്റാണിത്. കോളേജ് തന്നെ അറേഞ്ച് ചെയ്ത് തന്ന പ്ലേസ്മെൻറ്റാണ്. അപ്പം ഞാൻ പ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ പാർട്ട് ടൈം ജോലിയുടെ വീഡിയോ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എങ്ങനെയാണ് പാർട്ട് ടൈം ഇവിടെ കിട്ടിയെന്നുള്ളത്. ഞാനൊരു CSA ആയിട്ടായിരുന്നു ഇവിടെ, കെയർ സപ്പോർട്ട് അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനിപ്പം 2 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ടോട്ടലി CSA ആയിട്ടും ആക്ടിവേഷൻ എയ്ഡായിട്ടും. ഇവിടെ റെക്രിയേഷൻ തെറപ്പിസ്റ്റ് എന്നല്ല പറയാൻ, ആക്ടിവേഷൻ എയ്ഡ് അതായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 9 മാസമായി. അപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എൻ്റെ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ HR മുന്നേ നിന്ന് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കയറുന്നുണ്ടോയെന്ന്. സോ ലക്കി. അപ്പം ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു ഇവിടെ. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഓഫർ കിട്ടി. അപ്പോൾ തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എനിക്കിവിടെ ജോലി കിട്ടിയത്. അപ്പം നമ്മൾ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുക. എല്ലാവരെയും കുറച്ച് സോപ്പിട്ട് മസ്കായിട്ട് നമ്മുടെ കയ്യിലെടുക്കാൻ നോക്കുക. നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഇപ്പം ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് റെഫറൻസ് ഇല്ലാണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് എൻ്റെ കുഞ്ഞു ടിപ്സ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്ലോറാണ്, 3rd ഫ്ലോർ. അപ്പം മാസ്ക് കമ്പൽസറി ആണ്. അപ്പം എത്രത്തോളം സൗണ്ട് വരുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം ഞാൻ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല, കാരണം റെസിഡൻസിൻ്റെ പ്രൈവസി കാരണം അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം എനിക്കറിയില്ല, ചിലപ്പോൾ അവരുടെ മുഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഇത് കണ്ടിട്ടൊന്നും വിചാരിച്ചത് സ്റ്റോർ റൂമാണ്. ഇതാണ് ഞാൻ എൻ്റെ ജാക്കറ്റെല്ലാം ഊരി വെച്ചിട്ട് പിന്നെ നെയിം ടാഗ്, എൻ്റെ ബാഗ്. ദിസ് ഈസ് മൈ നെയിം ടാഗ്, ആക്ടിവേഷൻ എയ്ഡ്. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കറിയാൻ ഇട്ടേക്കുന്നത്. ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ കോലം. കാരണം റെസിഡൻസ് വേർഡ് മലപ്പിടുത്താണ്. എൻ്റെ ഫ്ലോർ കുറച്ച് ഹെവിയാണ്. കുറച്ച് ലൈക്ക് വീൽ ചെയർ ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാവരും വീൽ ചെയർ ബൗണ്ടാണ്. അബൌട്ട് ഒരു 99% ആൾക്കാരും അവർക്ക് എല്ലാവർക്കും ഡിമെൻഷ്യ ഉള്ളവരാണ്. ഡിമെൻഷ്യ ആണ് എല്ലാ ഫ്ലോറിലും ഡിമെൻഷ്യ ഇതുണ്ട്. ഒരു 99% ആൾക്കാർക്കും ഡിമെൻഷ്യ ഉള്ളതാണ് ഇവിടെ. അപ്പം അവർക്ക് ബിഹേവിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ കുഞ്ഞ് വെയിറ്റിങ്, എൻ്റെ ഹസ്ബൻഡ് താഴെ വെയിറ്റിങ്, അതാണെന്ന് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം. ആർക്കെങ്കിലും ബേസിക്കലി എൻ്റെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബോൾസ്, പിന്നെ ഗെയിംസ്, അതൊക്കെ അവരെ എൻ്റർടൈനല്ല, അവരെ ബിസിയാക്കി വയ്ക്കുക. ലൈക്ക് അവർക്ക് അവർ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ലൈക്ക് ഗെയിംസ് കളിക്കുക, ചിലർക്ക് ഇവിടെ ഡോമിനോസ് കളിക്കാം, ചിലർ വോളിബോൾ കളിക്കാനും ബാസ്കറ്റ് കളിക്കാനും. അതൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് ലൈക്ക് നമുക്ക് സമയപരിമിതി, ലൈക്ക് സ്പേസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് അത് ഓഫർ ചെയ്യുക. ലൈക്ക് ഒരു കുഞ്ഞൊരു ലൈക്ക് അവരെ ലൈക്ക് ബിസിയാക്കി വയ്ക്കുക. അവർ ചുമ്മാ അങ്ങനെ ഒരു വീൽ ചെയറിൽ നമുക്ക് 24/7 ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ അവരെ ബിസിയാക്കി വയ്ക്കുക. അവർക്കൊരു കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ലൈഫിൽ കൊടുക്കുക. അവർ മരിക്കുന്നിടം വരെ ഇവിടെയാണ്. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ഹാപ്പിയാക്കി വയ്ക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്കിത് ഈ ജോലി ചെയ്യുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നുള്ളൊരു കാര്യമില്ല. അത് ഭയങ്കര ഹൈ ആണ് എൻ്റെ
അവരുടെ അൺകണ്ടീഷണൽ ലവ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മളെല്ലാം മറക്കും. എനിക്കാണെങ്കിൽ എൻ്റെ പഴയ ഞാൻ എത്ര ഇടത്ത് ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ജോലിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാൻ അപ്പം ഞാൻ നേരെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നേരെ ഡൈനിങ് റൂമിലാണ് പോയത്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. നേരെ ഡൈനിങ് റൂമിൽ പോയിട്ട് ഞങ്ങൾ ഫീഡ് ചെയ്യണം റെസിഡൻസിന്. ലൈക്ക് തന്നെത്താനെ വാരി കഴിക്കാൻ പറ്റാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പോലാണിത്. ഡൈനിങ് റൂമിൽ നമ്മൾ ഫീഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെർവ് ചെയ്യാൻ നിൽക്കുമ്പോൾ സെർവ് ചെയ്യത്തില്ല, ഞങ്ങൾ ജസ്റ്റ് ഫീഡ് ചെയ്യുക, അസിസ്റ്റ് ചെയ്താൽ മതി ഫീഡിങ്ങിന്. അപ്പം അതാണ് ഞാൻ ഈ കോലത്തിൽ നിൽക്കുന്നത്. ഇതാണ് ക്യാലണ്ടർ, ലൈക്ക് മന്ത്ലി ക്യാലണ്ടർ. ഇത് മാർച്ചിലെ ക്യാലണ്ടറാണ് ഇവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഞങ്ങൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട് താഴെ മെയിൻ ഡൈനിങ് റൂമിൽ. ലൈക്ക് പുറത്തുനിന്ന് എൻ്റർടൈനേഴ്സ് വന്നിട്ട് പാട്ടൊക്കെ പാടും, ഡാൻസൊക്കെ കളിക്കും അങ്ങനത്തെ. ഞങ്ങൾക്ക് താഴെ ഒരു ക്യാഫേ ഉണ്ട്, സർക്കിൾ ക്യാഫേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരാ നിൽക്കുന്നതെന്നുള്ളത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാലണ്ടർ. ഇന്ന് മാർച്ച് 2 ഫസ്റ്റ് സ്റ്റേയിങ് കണക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സിന് ഫേസ് ടൈം ചെയ്യുന്നതാണ് സ്റ്റേയിങ് കണക്റ്റഡ്. സ്കാർബോ ഫിലിപ്പിനോ 7th ഡേ അഡ്വൻറ്റിസ്റ്റ് ചർച്ച് സർവീസ്. അത് ഫിലിപ്പിനോ കുറച്ച് ആൾക്കാർ ചർച്ചിൽ നിന്ന് വന്നിട്ട് അവർ ഹിംസിങ് അങ്ങനെയൊക്കെ നടത്തും. പിന്നെ സർക്കിൾ ക്യാഫേ ഇന്ന് എനിക്ക് 6:30 വൈകിട്ട് 6:30 എനിക്ക് സർക്കിൾ ക്യാഫേ ആണ്. താഴെ എനിക്ക് എൻ്റെ 3rd ഫ്ലോറിലെ റെസിഡൻസിനെ കൊണ്ട് താഴെ പോകണം ക്യാഫേയിൽ. എന്നിട്ട് ക്യാഫേ ഓപ്പൺ ആക്കിയിട്ട് അവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കോഫി സെർവ് ചെയ്യണം. അതാണ് ഇന്നത്തെ സ്കെഡ്യൂൾ. സ്കെഡ്യൂളാണ്. ഞാൻ ടൈം ഉണ്ടാക്കി ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. എനിക്ക് പിന്നെ തിരിച്ചു പോകണം. I have it clicked, but it's not. Dad, you over there chatting about the headphones. Dad. Dad. Called you. Yeah. Dad. Oh, I found them. Dad, can you see us? Can he hear me? Yeah, I'm sure he can. Good. It's nice to see you smiling. Yes. I love you. Miss you. I'm in bed. We miss you, Dad. Look at that smile, so handsome. You're having a good day? Are you having a good day, Dad? Yes, sir. Tell her no, you don't want another one. Didn't you just tell us the other day that you don't want kids? But you just got them because you just decided you was just going to ball out? Boom. Remember Granny? Miss Mac? 1:18 lunch കഴിഞ്ഞു. Yes, you remember the double. താഴെ പോകണം, ഒരു പ്രോഗ്രാം ഉണ്ട്. You love that. You love the crap out of his mom. പോകാൻ വേണ്ടിയിട്ട് ഇപ്പം കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. Sir, you have any more children out there we don't know? What kind of vlog is this? See, it's so cute, eh? ആണ് സംഗീത. എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചാണ്. ഇവള് നേപ്പാളിൽ നിന്നാണ്. ഇതിപ്പോൾ എൻ്റെ നെയിം ടാഗ് ഇട്ടേക്കുന്നത്. നമുക്കിത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഇട്ടേക്കുന്നത്. ഇതാണ് സംഗീത. ഗുരു. ഓക്കെ, ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയത് ഞാൻ റിസപ്ഷനിൽ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന്. പക്ഷെ അത് വെച്ച് ആക്ടിവേഷൻ ചെയ്തൊന്ന് അടിച്ചാണ്. बारे में कुछ बताओ. She's very nice. She's very sweet. Yeah. That's it? Yeah. അടുത്ത ആളെ പരിചയപ്പെടുത്താവേ. ഇതൊക്കെ എൻ്റെ കോവർക്കേഴ്സാ. ജയ്, കം ഹിയർ. This is JR. Say hi. Hi. मेरे बारे में कुछ बताओ. Arya, she is my colleague. She is very nice lady. She is very helpful. Thanks. Thank you. So sweet of you. So, hi everyone. Please subscribe Adra's channel. She's very good. She's very sweet with the residents too, and she's a good worker. But she's too emotionally attached with the resident. That's bad. That's true. Who is Arya, by the way? Now we are going to 2nd and 3rd floor To bring our resident for program. You look so handsome though. I am handsome. Oh, please. Pull down your mask. Let them see your face.
ന്യൂ ബാലൻസിൻ്റെ ഷൂ ഇട്ടിട്ട് വന്നിട്ട് ജോലിക്ക് നിൽക്കാം. എൻ്റെ ഷൂവിൽ ഇന്ന് ഫുഡ് വീണിട്ട് ഒരു വാന്തിയായി. അത് ചോദിക്കായിരുന്നു ഒത്തിരി പൈസ ഉണ്ടോ നമ്മുടെ ഇങ്ങനെ ഇട്ട് കളയാനായിട്ട്. No, I'm not. I'm saying you are rich. I'm saying you are rich. ഇതാണ് ഞങ്ങളുടെ ലോബി. അവിടുത്തെ ഡെക്കറേഷൻ ഞാൻ അവളോട് ഇപ്പോൾ ഊരി എന്നിട്ട് ഈ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബേസ്മെൻറ്റിൽ കൊണ്ടുവരാൻ പോവാം. No, I'm going upstairs to 6th floor. To do what? To put some program upstairs. Okay. You pretty? No, I'm not. Yes, you are. ഇത് കൊണ്ടുപോയി താഴെ സ്റ്റോറേജിൽ ഇട്ടിട്ട് വരാം. ഒരു പ്രാന്താലയം പോലെ ഇല്ലേ, അങ്ങനെയൊക്കെയാണ് ഇവിടെ. അതാ ഞാൻ അപ്പം ഇനി ഇതിട്ട് വെക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. എനിക്കറിയത്തില്ല ഇത് എവിടെ കൊണ്ട് വയ്ക്കുന്നു. പണ്ട് ഈ സ്ഥലം ഞങ്ങളുടെ ആയിരുന്നു, ഇപ്പം അത് ഐപാക്ക് എടുത്തു. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ. അയ്യോ, ഇതെന്താ എവിടെ കൊണ്ട് വയ്ക്കുക? ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഞാനിവിടെ ലോബിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നൊരു കാര്യമില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഗെയിംസിൻ്റെ ഐറ്റംസാണ്. അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് വലിയ പേയൊന്നുമില്ല, ബട്ട് സ്റ്റിൽ യുനോ നമുക്കൊരു മനസ്സമാധാനം കിട്ടുമെങ്കിൽ നമുക്കതല്ലേ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പിടിച്ച് നിൽക്കുന്നത്. ആൻഡ് ഐ ലവ് മൈ റെസിഡൻസ്. അത് വേറൊരു കാര്യമാണ്. എൻ്റെ അവരൊന്നും കാണിച്ചു തന്നിട്ടില്ല, ഞാൻ പതുക്കെ ഓരോരുത്തരെ കാണിച്ചത്. ഇത് ഏറ്റവും പണി പോകുന്ന പരിപാടിയാണ്, ബട്ട് സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടൈം 2:25 ആയിട്ടുണ്ട്. അപ്പോൾ 3 മണി വരെ മറ്റേ പരിപാടിയുണ്ട് ചർച്ചിൻ്റെ, അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അതുകൂടെ കാണിച്ചു തരാം. അതായത് 3 o'clock എനിക്ക് റെസിഡൻസിനെ മുകളിലെത്തിക്കണം. അവിടെ സ്നാക്സ് ടൈമാണ്. Story in the Bible about rain was Noah's Ark. Who's heard the story of Noah's Ark? There is a big boat that God told Noah to build, and Noah obeyed God. He built the world's അവരിപ്പോൾ ഓരോ റെസിഡൻസിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പേരും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ ചോദിച്ചിട്ട് ജീസസിനോട് അവർ പറയുന്ന പോലെ. അപ്പം ഇപ്പതേ 3:05 അപ്പം ഞങ്ങളുടെ ആ ചർച്ച് സർവീസ് കഴിഞ്ഞു. അപ്പം ഞാൻ പതുക്കെ ഇനി മുകളിലേക്ക്. ഇപ്പം 7 to 3 ഷിഫ്റ്റ് ചെയ്യുന്ന PSWസിൻ്റെ നഴ്സിൻ്റെയും ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവർ പോകുന്ന ഷിഫ്റ്റ് ചേഞ്ച് ടൈമാണിപ്പം. അടുത്ത 3 to 11 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ബിസിയാണ്. അപ്പം എല്ലാവരും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സ്റ്റെയർ പിടിച്ചു. അയ്യോ, ഇപ്പം തന്നെ ടയർഡായി. 4 മണിക്കാണ് എൻ്റെ ബ്രേക്ക്. 4 to 5 ആണ് ബ്രേക്ക്. അതിന് വേണ്ടി ഞാൻ വീട്ടിൽ പോകും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും വരും. അയ്യാ, ക്ഷീണിച്ചു. ടയേർഡ്. തേർഡ് ഫ്ലോർ. Hey Helen. Hey. How are you dear? Good, you? Good, thank you. ഞാനിപ്പോൾ ക്യാമറ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കുറച്ച് ക്ലീനിങ് ചെയ്താൽ കൊണ്ടുപോകാനുണ്ട്. ഇവിടെ അതുപോലെ വൃത്തിയായിട്ട് കിടക്കുക. ഇതൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ
കുറച്ച് സ്നോ ഫ്ലേക്സ്. ഡിഷനൊക്കെ കഴിഞ്ഞു, വൃത്തിയാക്കി എൻ്റെ സൈഡ് ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഒരു ഫ്ലോറിൽ 2 ആക്ടിവേഷൻ എയ്ഡ്സാണ്. ഞാനും പിന്നെ എൻ്റെ ഒരു കോവർക്കർ ഉണ്ട്, ആൻറ്റനല്ല. പുള്ളിക്കാരി മോർണിംഗ് സ്റ്റാഫാണ്, ഞാൻ ഈവനിങ് സ്റ്റാഫാണ്. പുള്ളിക്കാരി ഷിഫ്റ്റ് 8:30 to 4:30 ആണ്. ആൻഡ് പുള്ളിക്കാരി ഇപ്പോൾ വെക്കേഷനിലാണ്, നാളെ വരെ വയ്ക്കും. എൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടു. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല, എന്നാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം. ലെറ്റ്സ് ഗോ. തണുപ്പുണ്ട്, ഭയങ്കര ഫോഗിയാ. ഫോഗി മെയിൻ. ഇപ്പം എന്തേ ഞാൻ പുറത്തിറങ്ങി, നല്ല ഫോഗിയ, അത്യാവശ്യം തണുപ്പുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം അതാണ് എൻ്റെ സ്വർഗം. അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. ഇത് കുറച്ച് ആൽമണ്ട്സ് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ, അതെടുത്ത് കഴിക്കണം. പിന്നെ എന്താ ബദാമുണ്ട്, പിന്നെ വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോഴത്തേക്ക് സമയമാവും, ഇട്ട് പോകണം. ഓക്കെ, ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി ശരിയാക്കി. ടൈം ആയിട്ടുണ്ട് പോകണ്ടേ. ഇപ്പോൾ 4:53. ലെറ്റ്സ് ഗോ. ഞാൻ തിരിച്ചെൻ്റെ സാമ്രാജ്യത്തിൽ എത്തി. 5:01. നേരെ ഡൈനിങ് റൂമിൽ പോവാം. എന്നിട്ട് അവരെ ലഞ്ച് ഫീഡ് ചെയ്യണം. ഡിന്നർ ടൈമായി. 5 മണിയാകുമ്പോഴത്തേക്ക് പാവങ്ങളെ കഴിപ്പിക്കും. എന്നിട്ട് അവരെ 8 മണിയാകുമ്പോഴത്തേക്ക് 7:30 6:30 ഒക്കെ ആകുമ്പോൾ തന്നെ അവരെ തിരിച്ച് ബെഡിടാൻ തുടങ്ങും, ബെഡിലേക്ക് ആക്കാൻ തുടങ്ങും ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെ വീണ്ടും എണീപ്പിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. സോ ഞാൻ നേരെ ഡൈനിങ് റൂമിലൊക്കെ പോട്ടെ, ഫീഡ് ചെയ്തിട്ട് വീണ്ടും കാണാം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കായിരുന്നു. ഞാൻ കാര്യമായിട്ടൊന്നും വീട്ടിൽ നിന്ന് കഴിച്ചില്ല. ഞാനൊരു ചീറ്റോസ് പൊട്ടിച്ച് കഴിച്ചു. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ഇതിൻ്റെ ബോട്ടിൽ ഞാൻ എപ്പോഴും ഇവിടെ വെച്ചേക്കുന്ന ബോട്ടിൽ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. സമയം 5:51. 6 മണിയാകുമ്പോൾ എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. കോളല്ല, റെസിഡൻറ്റിന് ഫാമിലിയെ വിളിക്കാനുണ്ട്. ചൈനയിലാണ് പുള്ളിക്കാരൻ്റെ ഫാമിലിയൊക്കെ, അപ്പോൾ അത് വിളിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 6:30 റെസിഡൻസിനെ കൊണ്ട് ക്യാഫേ പോകണം. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഇപ്പം ഞാൻ വേറൊരു റെസിഡൻറ്റിൻ്റെ റൂമിൽ വന്നേക്കുക, പുള്ളിക്കാരൻ്റെ ഫാമിലിയായിട്ട് സംസാരിക്കണം. അപ്പോൾ ഞാനത് കോൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നഴ്സുമാർക്ക് 2 ഫോണുണ്ട്, അതിനകത്ത് നമ്മൾ വിളിക്കുന്നത്.我就说给你商量开啊，那个，老牛了，懵了。这投资新生，投资市场有个评价，知道吧？不是高啊，不在投资他注意。哎呀，不要人评价，评价。前面找不得就说，哎呀，要是你在身边交外，要是你在身边交外。哎呀，那等于我在这边没有钱，我都是空个，跟我要钱也要钱。ഞങ്ങളുടെ മാനേജറൊക്കെ ഇരിക്കുന്ന സ്ഥലം, അവിടെ ഐപാക്കിൻ്റെ ബാക്കി ടീംസൊക്കെ. ഇവനിപ്പോൾ അതേ വേറൊരു കസേര കയറി इरिक्का. Rashad. That's me. I have a lot of videos, man. आज की नहीं बना. അപ്പം എന്താ ഇതുപോലാണ് മാനേജറിൻ്റെ ഒക്കെ റൂം ഇരിക്കുന്നത്. അയ്യോ, എനിക്ക് പണ്ട് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ, ഇന്ന് കിട്ടിയതാണ്. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാം, എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ വരും. അയ്യോ,
ഭയങ്കര ടയർഡാണ്. ഷോൾഡർ വേദനിക്കുന്ന കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു റെസിഡൻറ്റ് ഇങ്ങനെ എണീക്കാൻ നോക്കുമായിരുന്നു. വീട് ഹൈ റിസ്ക്കാണ്. അപ്പം ഞാനിങ്ങനെ പിടിച്ചിരുത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരിയും ബലം പിടിച്ചു. ഡിമെൻഷ്യ ഉള്ളവർക്കൊക്കെ ഭയങ്കര വരാ, നമ്മുടെ കാര്യമൊന്നും നിൽക്കത്തില്ല. 3 പേര് വേണം. ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന അമ്മച്ചി എന്നെക്കാളും ചെറുതാണ്, പക്ഷെ അവരെ ഇരുത്താൻ വേണം 3 പേര്. പുള്ളിക്കാരെ ഞാൻ പിടിച്ചെന്ന് പോക്കി. അയ്യോ 8 മണിയായി. ടൈം ടു ഗോ. അയ്യ 8 മണി. ലെറ്റ്സ് ഗോ. എന്നെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം നോഫൽസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.